നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഓണമൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കണ്ടാലോ. ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് സ്പെഷ്യലായിട്ടെന്ന് പറയുന്നത് എനിക്ക് വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്നത് ഒരുപാട് ഇഷ്ടമുണ്ട്, ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് നോക്കി അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അപ്പോൾ അതേപോലെ ഉണ്ടാക്കാൻ ഒന്ന് നോക്കിയതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബീറ്റ്റൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഒരു കുഞ്ഞു വീഡിയോ ആണേ. അപ്പോൾ നമുക്ക് ഈ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് എന്തായാലും നമുക്ക് ചെറിയൊരു മെയിനായിട്ട് നമുക്ക് വേണ്ടത് എന്താ, ബീറ്റ്റൂട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ബീറ്റ്റൂട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി വെച്ചതിന് ശേഷം നമുക്കതിൽ ആ ബീറ്റ്റൂട്ട് ചെറുതാക്കി നല്ലോണം പൊടിയായിട്ടാണ് അരിഞ്ഞേക്കണത്, അതിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടി, അതിനാണ് കേട്ടോ അങ്ങനെ അരിഞ്ഞേക്കണത്. അതിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് വേവണമല്ലോ, അതിന് പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചാൽ നമുക്കത് ഫുൾ വറ്റണ വരെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്കിനി അത് വേവാൻ വെക്കാം. ഇത് വേവണ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പുണ്ടാക്കാം കേട്ടോ. അതിന് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് കടുകും കൂടിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ ബീറ്റ്റൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തേങ്ങയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർക്കാം, നമ്മുടെ തേങ്ങയ്ക്കൊന്ന് അരയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മയത്തിൽ നല്ല പേസ്റ്റായിട്ട് ഇതേപോലെ അരച്ചെടുത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി വെന്തോന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ബീറ്റ്റൂട്ട് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതേപോലെ നല്ലോണം ബീറ്റ്റൂട്ടൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ അരപ്പുണ്ടല്ലോ, തേങ്ങ അരച്ച അരപ്പ്, അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒന്ന് നല്ലോണം ഇളക്കി അതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിൽ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിൽ നമ്മൾ തൈര് ഒഴിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് നമുക്ക് ഈ ബീറ്റ്റൂട്ട് പച്ചടി ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ബീറ്റ്റൂട്ടിലോ അതേപോലെ ഈ തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ, കാരണം ഇത് മൺചട്ടിയിൽ ഞാൻ ഉണ്ടാക്കണമുണ്ട്, നല്ല ചൂടുണ്ടാവുമല്ലോ. അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. തീ ഓഫ് ചെയ്തതിന് ശേഷമുണ്ട് ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തൈര് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ച തൈരാണെങ്കിൽ അത് കുറച്ച് നേരമെടുത്ത് പുറത്ത് വെക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഉപയോഗിക്കാം. അതേപോലെ കട്ടേക്കൽ തൈരാണെങ്കിൽ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ താളിച്ചൊഴിക്കാനായിട്ട് ഇതിൽ ഒരു ചട്ടി വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കുക. അതിനുശേഷം വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മുരിച്ചതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അഭിപ്രായമൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ.